Good morning. Good morning, ma'am. Good morning, ma'am. നമ്മളെ മെഡിക്കൽ ടെർമിനോളജി ആണ് ഇപ്പൊ എല്ലാ ടീച്ചേഴ്സും കൂടി എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ. ഇനി എവിടെ വരെയാണ് നിങ്ങൾ എടുത്ത് നിർത്തിയത് മിസ്സിന് പറയാമോ? ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ എടുക്കാനുണ്ടോ? സഫിക്സ് എടുത്തായിരുന്നോ? സഫിക്സ് എടുക്കാനുണ്ട്. പ്രിഫിക്സ് കഴിഞ്ഞോ? മിസ് ഒന്ന് ആദ്യം തുടങ്ങി പറയാം. നിങ്ങളൊന്ന് നോക്കണേ, ചെക്ക് ചെയ്യണേ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഭാഗം ഒക്കെ എടുത്ത് കാണുമായിരിക്കുമല്ലോ അല്ലെ. പ്രിഫിക്സ് കംപ്ലീറ്റ് ആയോ? പ്രിഫിക്സ് കംപ്ലീറ്റ് ആയോ? ഓക്കെ. കോമൺ സഫിക്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയാണോ? സഫിക്സ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സഫിക്സ് സ്റ്റാർട്ട് ചെയ്യണം. റൂട്ട് വേർഡ്സ് മിസ് എടുത്തായിരുന്നു അല്ലെ. റൂട്ട് വേർഡ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയായിരുന്നല്ലോ. കംപ്ലീറ്റ് ആയില്ലേ റൂട്ട് വേർഡ്സ്? ഓക്കെ. അബ്രിവിയേഷൻസ് എങ്ങനെയാണ്? അബ്രിവിയേഷൻസ് എവിടെ വരെ എടുത്തു? ഇനിയുണ്ട്. എത്ര നമ്പേഴ്സ് വരെ അബ്രിവിയേഷൻ എടുത്തേ? അതൊന്ന് പറഞ്ഞേ. 234 തുടങ്ങണം. ഓക്കെ, അതിപ്പോ കഴിഞ്ഞ ക്ലാസ്സില് സോളി മാം എടുത്തതാണ്. അവിടെ വരെയും സോളി മാം എടുത്ത് നിർത്തിയതല്ലേ? 234 വരെയും പറഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് 234 മുതൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. നമ്പറിൽ ചെറിയ വ്യത്യാസം. 33 ആണല്ലോ ഇവിടെ. 34 മുതൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. അവിടെ മുതലല്ലേ ഇനിയുള്ളൂ. പിന്നെ നമ്മുടെ കോമൺ സഫിക്സും മാത്രമേ എടുക്കാനുള്ളൂ ആണല്ലോ. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയില്ലേ. ഈ ഒരു ഭാഗം മാത്രമല്ലേ 1 and 2 ബോഡിയുള്ള ആകെ തീരാനായിട്ട്. ഓക്കെ, മിസ് ഇന്ന് ഈ ഭാഗമാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. 234 മുതലാണ് എടുക്കാൻ പോകുന്നത്. കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. അബ്രിവിയേഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. 234 ആണ്. നമ്പേഴ്സ് മുതലാണ് എടുക്കുന്നത് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാൻ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ അബ്രിവിയേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് സ്മോൾ ലെറ്റർ PO. സ്മോൾ ലെറ്റർ PO എന്ന് പറഞ്ഞാൽ അതിന്റെ അബ്രിവിയേറ്റഡ് ഫോം ആണ് PO. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് പെർ ഓസ് അല്ലെങ്കിൽ ബൈ മൗത്ത് എന്നുള്ള അർത്ഥമാണ്. ബൈ മൗത്ത് നമ്മളിപ്പോ മെഡിക്കേഷൻസ് ഒക്കെ വരുമ്പോ പറയാറുണ്ട് അല്ലെ. ഓറൽ റൂട്ടിലൂടെ മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ മൗത്തിലൂടെ അല്ലെ, ബൈ മൗത്ത് അല്ലെങ്കിൽ ഓറലി എന്ന് നമ്മൾ പറയാറില്ലേ. മരുന്നുകൾ കൊടുക്കുമ്പോ എഴുതാറില്ലേ. മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഴുതാറില്ലേ ഡോക്ടേഴ്സ് ബൈ മൗത്ത് അല്ലെങ്കിൽ ഓറലി. ഇങ്ങനെ ഇതിലൂടെയൊക്കെ നമുക്ക് കൊടുക്കാൻ മരുന്ന്. നമ്മൾ മരുന്ന് ഇതിലൂടെയൊക്കെയാണ് അകത്തേക്ക് എടുക്കുന്നത്. ഇതിലേക്ക് എടുക്കാം മൗത്തിലൂടെ അല്ലെങ്കിൽ ഓറലി അല്ലെങ്കിൽ മൗത്തിലൂടെ നമുക്ക് മരുന്നുകൾ കഴിക്കാറുണ്ട് ഇല്ലേ. പിന്നെ എങ്ങനെയാണ്? എന്താണ്? ഓറൽ ഇഞ്ചക്ഷനിലൂടെ ചെയ്യാം അല്ലെ. ഇഞ്ചക്ഷനിലൂടെ ചെയ്യാം. പിന്നെ ഇത് രണ്ടും മാത്രമുള്ള ഇൻഫ്യൂഷനിലൂടെ ചെയ്യാം. അതായത് ഇപ്പോ ആസ്മയൊക്കെയുള്ള രോഗികളാണെങ്കിൽ അവരെങ്ങനെയാ മെഡിസിൻ എടുക്കുന്നത്? ഇൻഹേലേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ ഇല്ലേ. ശ്വസനത്തിലൂടെ അങ്ങനെയും നമുക്ക് മരുന്നുകൾ എടുക്കാം. അപ്പൊ ഈ പ്രധാനമായിട്ടും ഈ 3 രീതികളാണ് നമ്മൾ ഫോളോ ചെയ്യാം കേട്ടോ. പ്രധാനമായിട്ട് ഈ 3 രീതികളാണ്. അപ്പൊ അതില് മൗത്തിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോ ചില മരുന്നുകൾ നമ്മൾ രക്തത്തിലൂടെ എടുക്കാറുണ്ട് അല്ലെ. സപ്പോസിറ്ററി പോലെയുള്ളവയൊക്കെ നമ്മൾ രക്തത്തിന്റെ ഭാഗത്ത് വെച്ചിട്ടാണ് ചെയ്യാം. അത് ഓരോ രീതികൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ മൗത്തിലൂടെ അല്ലെങ്കിൽ ഓറലി എടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചക്ഷൻസിലൂടെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഹലേഷനിലൂടെ അല്ലെങ്കിൽ ഇൻഫ്യൂഷനിലൂടെ ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു PO ഷോർട്ട് ഫോം ആണ്. സ്മോൾ ലെറ്റർ PO എന്ന് ഉദ്ദേശിക്കുന്നത് പെർ ഓസ് അല്ലെങ്കിൽ മൗത്തിലൂടെ അല്ലെങ്കിൽ ഓറലി നമ്മൾ മെഡിസിൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ടേം യൂസ് ചെയ്യാറ്.
ഓക്കെ, അടുത്തത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് PO. ക്യാപിറ്റൽ ലെറ്റർ PO എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ പോസ്റ്റ് OP. കൂടുതലും ക്യാപിറ്റൽ ലെറ്റർ POന് പകരം നമ്മൾ പോസ്റ്റ് OP തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. പോസ്റ്റ് OP എന്ന് പറഞ്ഞാലും പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്നാണ് അർത്ഥം. പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ സർജറി അല്ലെ, സർജറിക്ക് ശേഷം നടക്കുന്നവ എന്നുള്ളതല്ലേ അർത്ഥം വരുന്നേ. സർജറിക്ക് ശേഷം, അതാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ്. അല്ലെങ്കിൽ പോസ്റ്റ് OP എന്ന് പറഞ്ഞാലോ ക്യാപിറ്റൽ ലെറ്റർ PO എന്ന് പറഞ്ഞാലോ പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്നാണെന്ന് മനസ്സിലാക്കണം. അടുത്തതാണ് PO2. PO2 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് വെച്ചാൽ എന്താ? amount of oxygen gas dissolved in blood. നമ്മുടെ ബ്ലഡില് എത്രത്തോളം എമൗണ്ട് ഓഫ് ഓക്സിജൻ ഗ്യാസ് ഡിസോൾവ്ഡ് ആയിട്ടുണ്ട് എന്നതിന്റെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു അളവാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, PO2 അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നില്ലേ? ഞാനൊരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നത് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ PRN. ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാനേ ഉള്ളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയാം, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. അല്ലാതെ ജസ്റ്റ് ഒന്ന് ബാക്കിയെല്ലാം ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വിടണം കേട്ടോ. അല്ലാതെ നിങ്ങൾ നോക്കാതിരിക്കരുത്. കാരണം ഇൻ കേസ് ഇനി വേറെ എവിടെന്നെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് കണ്ടിട്ടില്ല, അതിന് പരിചയമില്ലാത്തത് ഇത് നിൽക്കരുത് കേട്ടോ. അതിനു വേണ്ടിയാണ് PRN. PRN ക്യാപിറ്റൽ ലെറ്റർ PRN എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോറിനേറ്റ, അതായത് ആസ്നീഡ്. അതും നമ്മുടെ മെഡിക്കേഷൻസുമായി ബന്ധപ്പെട്ട് ഈ മരുന്നുകളുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചില മരുന്നുകൾ ഡോക്ടർ ചിലപ്പോൾ പറയാറില്ലേ, ആസ് നീഡ്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് കഴിച്ചാൽ മതി. ഇപ്പൊ വേദനയുടെ ഒക്കെ മരുന്നുകള് ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് കഴിക്കാനൊന്നും തരില്ല. വേദന വരുമ്പോൾ, അല്ലെങ്കിൽ തലവേദനയ്ക്കാണെങ്കിൽ തലവേദന വരുമ്പോൾ, അല്ലെങ്കിൽ ഛർദി വരുമ്പോൾ മാത്രം കഴിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കഴിക്കാൻ വേണ്ടി തരാനുള്ള മരുന്നുകളില്ലേ? ഉണ്ടോ? തരാറുണ്ടോ മരുന്നുകൾ? അങ്ങനെ ഡോക്ടേഴ്സിനെ പോയി കാണുമ്പോ ഉണ്ട്. അങ്ങനെയുള്ള മെഡിസിൻസ് ആണ് എന്ത് ചെയ്യുന്നത്? അതെ, പെയിൻ ഉണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇപ്പോ വൊമിറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ആ സമയത്ത് മാത്രം, വൊമിറ്റിംഗ് വരാണെങ്കിൽ മാത്രം കഴിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തരാനുള്ള മരുന്നുകൾ അല്ല. അതിന്റെ കൂടെ എഴുതുന്നതാണ് PRN, അതായത് പ്രോറിനേറ്റ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നീഡ് ആവശ്യമുള്ളപ്പോൾ എന്നുള്ളൊരു അർത്ഥം വരും. നെക്സ്റ്റ് സ്മോൾ ലെറ്റർ PSI, അതായത് പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പ്രഷറിന്റെ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണ്. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് പ്രഷർ. പ്രഷറിന്റെ മെഷർമെന്റ് യൂണിറ്റ് ആണ് PSI അല്ലെങ്കിൽ പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രഷർ ഗേജിന്റെ ഒക്കെ ഗ്യാസിന്റെയും ഫ്ലൂയിഡിന്റെ ഒക്കെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ഇതൊരു പ്രഷറിന്റെ യൂണിറ്റ് ആണ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. PSI അല്ലെങ്കിൽ പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ PSVT. PSVT എന്ന് പറഞ്ഞാൽ പാരോക്സിസ്മൽ സുപ്രാവെൻട്രിക്കുലർ ടക്കികാർഡിയ. പാരോക്സിസ്മൽ സുപ്രാവെൻട്രിക്കുലർ ടക്കികാർഡിയ എന്ന് പറഞ്ഞാല് ഇത് ശരിക്കും നമ്മുടെ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഹാർട്ട് ബീറ്റ് ആണ്. ഹാർട്ട് ബീറ്റ് ചിലപ്പോൾ എന്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ടോ ചിലപ്പോൾ ഇറഗുലർ ആയിട്ട് അല്ലെങ്കിൽ വളരെ റാപ്പിഡ് ആയിട്ട് ഉള്ള ഒരു ഹാർട്ട് ബീറ്റ് വരുന്നതിനെയാണ് പാരോക്സിസ്മൽ സുപ്രാവെൻട്രിക്കുലർ ടക്കികാർഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യും? ടു ഫാസ്റ്റ് ആയിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യും. അതുപോലെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും, ചിലപ്പോൾ പെട്ടെന്ന് സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് പാരോക്സിസ്മൽ സുപ്രാവെൻട്രിക്കുലർ ടക്കികാർഡിയ എന്ന് പറയുന്ന കണ്ടീഷൻ, PSVT. Then ഷോർട്ട് ലെറ്റർ PT എന്നത് കൊണ്ട് നിങ്ങൾക്കറിയാം പേഷ്യന്റ് എന്ന് ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റുകളിലൊക്കെ കാണാറുണ്ട് അല്ലെ, PT എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടാവും. പേഷ്യന്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് PT. Then ക്യാപിറ്റൽ ലെറ്റേഴ്സ് PT എന്ന് പറഞ്ഞാല് ഫിസിക്കൽ തെറാപ്പി. ഇപ്പൊ സ്മോൾ ലെറ്റർ PT മാറിപ്പോകരുത് കേട്ടോ. സ്മോൾ ലെറ്റർ PT എന്ന് പറഞ്ഞാല് ആരാണ്? സ്മോൾ ലെറ്റർ PT ആരാ? സ്മോൾ ലെറ്റർ PT എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ സെറ്റിംഗാണ് സൂചിപ്പിക്കുന്നത്, പേഷ്യൻസ് ആണ്. എന്നാൽ ക്യാപിറ്റൽ ലെറ്റർ PT ആവുമ്പോൾ ഫിസിക്കൽ തെറാപ്പിയാണ് കേട്ടോ. ഫിസിക്കൽ തെറാപ്പിയാണ് സൂചിപ്പിക്കുക. അത് മാറിപ്പോകരുത് കേട്ടോ, രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. അടുത്തത്
ക്യാപിറ്റൽ ലെറ്റർ PTA. ക്യാപിറ്റൽ ലെറ്റർ PTA. ഒന്നാമത്തെ അർത്ഥം പ്രയർ ടു അഡ്മിഷൻ. ഒന്നാമത്തെ എക്സ്പാൻഡഡ് ഫോം ആണ്. പ്രയർ ടു അഡ്മിഷൻ ഉണ്ട്. പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിക് ആന്റിസിഡന്റ് എന്നൊരു അർത്ഥമാണ്. അപ്പൊ ആദ്യത്തേത് പ്രയർ ടു അഡ്മിഷൻ. എന്താ പ്രയർ ടു അഡ്മിഷൻ? അഡ്മിഷന് മുൻപ് അല്ലെ, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് അഡ്മിഷന് മുൻപുള്ള പേഷ്യൻസിന്റെ PTA. അതായത് അഡ്മിഷന് മുൻപ് പ്രയർ ടു അഡ്മിഷന് മുൻപ് ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടേം യൂസ് ചെയ്യാറുണ്ട്. പ്രയർ ടു അഡ്മിഷന് മുൻപുള്ള പേഷ്യൻസിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് അല്ലെങ്കിൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു ടേം വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇനി പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിക് ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്മയിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ് കേട്ടോ. ആ ഒരു ത്രോംബോപ്ലാസ്റ്റിക് ആന്റിസിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീനാണ്. അത് എന്തിനു വേണ്ടിയിട്ട് എന്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിക് ആന്റിസിഡന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവുന്ന അല്ലെങ്കിൽ നമ്മുടെ ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്രോട്ടീൻ കൂടിയാണ് പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിക് ആന്റിസിഡന്റ്. രണ്ടിന്റെയും ഷോർട്ട് ഫോം PTA തന്നെയാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ PTT. ക്യാപിറ്റൽ ലെറ്റർ PTT എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈഗർ. പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈഗർ. ഇതൊരു ടെസ്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കാം? പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തിനെ സഹായിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞേ. എന്ത് പ്രോട്ടീനാ? എന്തിനെ സഹായിക്കുന്ന പ്രോട്ടീനാന്നാ പറഞ്ഞേ? എന്തിനു സഹായിക്കുന്ന പ്രോട്ടീനാന്നാ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞു നിർത്തിയുള്ളൂ മിസ്, മറന്നുപോയോ? ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെയും നമ്മുടെ ബ്ലഡ് ഒരു ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ ബ്ലഡ് എത്ര നേരം എടുത്താണ് ബ്ലഡ് ക്ലോട്ട് ആവുന്നത് എന്ന ഒരു സമയമില്ലേ, ആ ഒരു സമയം എത്രത്തോളം എടുക്കുന്നു എന്ന് മെഷർ ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈം ടെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് PTT. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അതെന്താണെന്നൊന്നും ചോദിക്കില്ല, പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മിസ് പറഞ്ഞായിരുന്നു. PTT എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈം എന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. അതായത് എത്ര സമയം എടുത്താണ് ആ ഒരു വ്യക്തിയുടെ ബ്ലഡ് ക്ലോട്ട് ആവാൻ എടുക്കുന്ന സമയം മെഷർ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ. ദെൻ അടുത്തത് PVC. നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ PVC പൈപ്പ്. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് PVC അല്ലെ. അതിലൊന്നാമത്തെ അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? പോളിവിനൈൽ ക്ലോറൈഡ്, അല്ലെങ്കിൽ അതിനെ ഷോർട്ട് ആയിട്ടാണ് നമ്മൾ PVC എന്ന് ഉപയോഗിക്കുന്നത് അല്ലെ. ഇനി അടുത്തൊരു എക്സ്പാൻഡഡ് ഫോം ആണ് പ്രിമച്വർ വെൻട്രിക്കുലാർ കോംപ്ലക്സ്. പ്രിമച്വർ വെൻട്രിക്കുലാർ കോംപ്ലക്സ്. പ്രിമച്വർ വെൻട്രിക്കുലാർ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഹാർട്ട് ബീറ്റ് നമ്മുടെ ഹാർട്ടിന്റെ വെൻട്രിക്കിളിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആരംഭിക്കുന്ന ഒരു എക്സ്ട്രാ ഹാർട്ട് ബീറ്റിനെയാണ് എന്ത്? പ്രിമച്വർ വെൻട്രിക്കുലാർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഹാർട്ടിന്റെ ഋതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വെൻട്രിക്കിൾസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഹാർട്ട് ബീറ്റ് ആണ് പ്രിമച്വർ വെൻട്രിക്കുലാർ കോംപ്ലക്സ്. ജസ്റ്റ് അത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ PVCയുടെ രണ്ടെണ്ണമുണ്ട്. പ്രിമച്വർ വെൻട്രിക്കുലാർ കോംപ്ലക്സ് എന്നും പറയും, അതുപോലെ തന്നെ പോളിവിനൈൽ ക്ലോറൈഡ് എന്നും പറയും. ക്ലിയർ? PVD. ക്യാപിറ്റൽ ലെറ്റർ PVD എന്ന് പറഞ്ഞാൽ പെരിഫറൽ വാസ്കുലാർ ഡിസീസ്. പെരിഫറൽ വാസ്കുലാർ ഡിസീസ് PVD. പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്ന് പറഞ്ഞാല് ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. അതായത് നമ്മുടെ ഹാർട്ടിന്റെയോ ലെൻസിന്റെയോ ഉള്ളിലല്ല, പുറമേ കാണുന്ന ബ്ലഡ് വെസൽസിന് ഉണ്ടാകുന്ന രോഗങ്ങളിൽ ഡിസീസുകളെയാണ്. അതായത് ബ്ലഡ് വെസൽസ് ഒന്നില്ലെങ്കിൽ നാലുവായി പോകുന്നതോ അല്ലെങ്കിൽ ബ്ലോക്ക് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് പെരിഫറൽ വാസ്കുലാർ ഡിസീസസ് എന്ന് പറയുന്നത്. PVD. Then Q. Q എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ മെഡിസിൻസ് അല്ലെങ്കിൽ മെഡിക്കേഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് കേട്ടോ. Q എന്ന് പറഞ്ഞാൽ എവരിഡേ എന്നാണ് അർത്ഥം. Q എന്ന് പറഞ്ഞാൽ എവരിഡേ എന്നാണ് അർത്ഥം. അപ്പൊ QD എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Q എന്ന് പറഞ്ഞാൽ എവരി എന്നുള്ളതാണ്. എവരി എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ Q എവരി ആകുമ്പോ QD എന്ന് പറയുമ്പോ എവരിഡേ. QH എന്ന് പറഞ്ഞാൽ എവരി അവർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ Q എന്നതിന്റെ മീനിങ് മനസ്സിലായാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇത് ഏത് ചോദിച്ചാലും കിട്ടും. Q എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? Q എന്തിന്റെ ഷോർട്ട് ഫോമാ?
എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ? എന്തിന്റെ അബ്രിവിയേറ്റഡ് ഫോം? എവരി അല്ലെ? എവരി എന്നുള്ള ടേമിന്റെയാണ് ക്യൂ. അപ്പൊ ക്യൂവിന്റെ കൂടെ ഡി ചേർന്ന സ്മോൾ ലെറ്റർ ക്യൂ ഡി ആണെങ്കിൽ എവരി ഡേ ആയി. ക്യൂവിന്റെ കൂടെ സ്മോൾ ലെറ്റർ എച്ച് ആണ് എഴുതുന്നതെങ്കിൽ എവരി അവർ ആയി. ഇപ്പൊ നമ്മൾ മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ തരുന്നതാണ്, പ്രിസ്ക്രിപ്ഷൻസിൽ എഴുതുന്നതാണ് അല്ലെ? എവരി ഡേ കൊടുക്കുക അല്ലെ? എവരി അവർ കൊടുക്കുക, അല്ലെങ്കിൽ എവരി 2 hours കൊടുക്കുക. അപ്പൊ എവരി 2 hours എന്ന് പറയുമ്പോൾ എന്താവും? ക്യൂ 2 എച്ച് വരും. എവരി 2 hours എന്നാവും. മനസ്സിലാവുന്നുണ്ടോ? ക്യൂ 1 എച്ച് എന്ന് പറയുമ്പോഴോ എവരി 1 hour അങ്ങനെ വായിക്കാം. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? ക്യൂ എന്ന് പറഞ്ഞാൽ എവരി, ക്യൂ ഡി എന്ന് പറഞ്ഞാൽ എവരി ഡേ, ക്യൂ എച്ച് എന്ന് പറഞ്ഞാൽ എവരി അവർ, ക്യൂ ഐ ഡി എന്ന് പറഞ്ഞാൽ 4 ടൈം എ ഡേ, ദിവസത്തിൽ 4 പ്രാവശ്യം എന്ന് നമ്മൾ പറയാറില്ലേ? അതാണ് 4 ടൈം എ ഡേ ആണ് ക്യൂ ഐ ഡി. അതിന് മാത്രം ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ക്യൂ ഒ ഡി എന്ന് പറഞ്ഞാൽ എവരി അതർ ഡേ. എവരി അതർ ഡേ ആണ് ക്യൂ ഒ ഡി, എവരി അതർ ഡേ. ക്യൂ ഐ ഡി 4 times a day, ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം. ക്യൂ എച്ച് എന്ന് പറഞ്ഞാൽ എവരി അവർ, എല്ലാ മണിക്കൂറും. ക്യൂ ഡി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും. ക്യൂ എന്ന് പറഞ്ഞാൽ എവരി എന്നുള്ള അർത്ഥമാണ്. ക്ലിയറാണോ അത്രയും വരെ? ഓക്കെ ആണോ? ക്യാപിറ്റൽ ലെറ്റർ ആർ എ. ക്യാപിറ്റൽ ലെറ്റർ ആർ എയിലെ 2 എക്സ്പാൻഡ് ഫോം ഉണ്ട്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് കേട്ടിട്ടുള്ള പേര് വേണോ? റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സന്ധിവാതം കേട്ടിട്ടുണ്ടോ? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് നമ്മുടെ ജോയിന്റ്സിനും അതിന് ചുറ്റുമുള്ള ടിഷ്യൂസിനൊക്കെ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതം. അപ്പൊ റുമറ്റോയിഡ് ആർത്രൈറ്റിസിനെ ഷോർട്ട് ആക്കി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് എഴുതാറുണ്ട്. അതല്ലെങ്കിൽ റൈറ്റ് ഏട്രിയം. എന്താണ് റൈറ്റ് ഏട്രിയം? നമ്മുടെ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണ്, 4 അറകളാണുള്ളത് അല്ലെ? ഏതൊക്കെയാണ്? 2ആയിട്ട് തിരിച്ചിരിക്കുന്നു ഹാർട്ടിനെ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 4 ചേമ്പേഴ്സ് ഉണ്ട്. അതിൽ മുകളിലത്തെ 2 ചേമ്പേഴ്സിനെ നമ്മൾ ഏട്രിയം എന്നും താഴത്തെ 2 ചേമ്പേഴ്സിനെ വെൻട്രിക്കിൾസ് എന്നുമാണ് പറയാറ് അല്ലെ? അപ്പൊ അതിലെ റൈറ്റ് ഹാർട്ടിന്റെ റൈറ്റ് സൈഡിലുള്ള ഏട്രിയ അല്ലെങ്കിൽ മുകളിലത്തെ അറയെ നമ്മൾ ആർ എ എന്നാണ് എഴുതിയത്. റൈറ്റ് ഏട്രിയത്തിന്റെ ഷോർട്ട് ആയിട്ട് ആർ എ, ക്യാപിറ്റൽ ലെറ്റർ ആർ എ എന്നാണ് നമ്മൾ സൂചിപ്പിക്കാറ്. ഓക്കെ, then ക്യാപിറ്റൽ ലെറ്റർ ആർ എ ഡി. ക്യാപിറ്റൽ ലെറ്റർ ആർ എ ഡി എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് എയർവേ ഡിസീസ് ആൻഡ് റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. രണ്ടിന്റെയും ഷോർട്ട് ഫോം ആണ് കേട്ടോ ആർ എ ഡി എന്ന് പറഞ്ഞാൽ രണ്ടും വരാം. അപ്പൊ ആർ എ ഡിന്റെ ആദ്യത്തേത് റിയാക്റ്റീവ് എയർവേ ഡിസീസ് എന്ന് പറഞ്ഞാല്, റിയാക്റ്റീവ് എയർവേ ഡിസീസ് നമ്മുടെ ആസ്മയൊക്കെ പോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ബ്രീത്തിങ് സിംറ്റംസ് ഒക്കെ കാണിക്കുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഡിസീസ് ആണ് റിയാക്റ്റീവ് എയർവേ ഡിസീസ്. ആസ്മ പോലെ തന്നെയുള്ള ബ്രീത്തിങ് സിംറ്റംസ് കാണിക്കുന്ന ഒരു കണ്ടീഷനാണ് റിയാക്റ്റീവ് എയർവേ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇ സി ജി, നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇ സി ജി ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. ആർ എ ഡിയുടെ 2 എക്സ്പാൻഡ് ഫോം ആണ് നമ്മൾ പറഞ്ഞത്. റിയാക്റ്റീവ് എയർവേ ഡിസീസ് എന്ന് പറഞ്ഞാൽ ആസ്മയോട് സിമിലർ ആയിട്ടുള്ള ബ്രീത്തിങ് സിംറ്റംസ് കാണിക്കുന്ന ഡിസീസ് ആണ്. റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഇ സി ജി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. Then RBC അറിയാലോ അല്ലെ? RBC അറിയാവുന്നല്ലേ? റെഡ് ബ്ലഡ് സെൽസ്. നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചതോ പഠിച്ചതാണ്. RBC റെഡ് ബ്ലഡ് സെൽ എന്നാണ് അറിയപ്പെടുന്നത്. Then RH എന്താ? റിസസ് ബ്ലഡ് ഫാക്ടർ അല്ലെങ്കിൽ റിസസ് ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ? ബ്ലഡിന്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകമാണ് RH ഫാക്ടർ എന്ന് നമ്മൾ പഠിച്ചിരുന്നില്ലേ? അപ്പൊ അതാണ് റിസസ് ബ്ലഡ് ഫാക്ടർ അല്ലെങ്കിൽ റിസസ് ഫാക്ടർ. ദെൻ റോഡിയം അല്ലെങ്കിൽ എന്താണ്? റോഡിയം എന്ന് പറയുന്ന കെമിക്കൽ എലമെന്റ് ആണ് അല്ലെ? RH തന്നെയാണ് അതിനെയും സൂചിപ്പിക്കുന്നത്. അപ്പൊ രണ്ട് എക്സ്പാൻഡ് ഫോം ഉണ്ട്. RH എന്ന് ചോദിച്ചാൽ അത് റിസസ് ബ്ലഡ് ഫാക്ടർ അല്ലെങ്കിൽ റിസസ് ഫാക്ടറും ആവാം, റോഡിയവും ആവാം. ദെൻ RHD, ക്യാപിറ്റൽ ലെറ്റർ RHD എന്തിനെയാണ്? റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. അത് നമ്മുടെ ഹാർട്ടിന്റെ വാൽവ്സ് അതുപോലെ ഹാർട്ടിന്റെ മസിൽസ് ഒക്കെ ഡാമേജ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ RHD എന്ന് എഴുതുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു പേജ്.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ ആ ഭാഗങ്ങള്? ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണേ. നെക്സ്റ്റ് വരുന്നത് RL. RL ക്യാപിറ്റൽ ലെറ്റർ RL ആണ്. റിംഗേഴ്സ് ലാക്ടേറ്റ്. റിംഗേഴ്സ് ലാക്ടേറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ IV ഫ്ലൂയിഡ് ആണ്. ഒരു IV ഫ്ലൂയിഡ് ആണ്. ഇപ്പൊ ഡീഹൈഡ്രേഷൻ ഒക്കെ സംഭവിച്ച അങ്ങനെയുള്ള ഡീഹൈഡ്രേഷൻ ഒക്കെ സംഭവിച്ചത് ലോവർ ബ്ലഡ് പ്രഷർ ആണ്, അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു IV ഫ്ലൂയിഡ് ആണ് റിംഗേഴ്സ് ലാക്ടേറ്റ് അല്ലെങ്കിൽ സോഡിയം ലാക്ടേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ക്യാപിറ്റൽ ലെറ്റർ RL എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് പറഞ്ഞില്ല അല്ലെ പോയിന്റ്സ്. മറന്നു കേട്ടോ. ഒന്ന് എടുത്തേ ആ പേജ്. അതില് 240 240 241 രണ്ടും ചോദിക്കാറുണ്ട് കേട്ടോ, മാറിപ്പോവാൻ സാധ്യതയുള്ളതാണ്. 240 241 245 245 247 247 then 253 253 254 254 255. കിട്ടിയോ? ഓക്കെ, പഠിച്ചത് നോക്കി. RL കേട്ടോ, റിംഗേഴ്സ് ലാക്ടേറ്റ് നമ്മൾ പറഞ്ഞു ഒരു IV ഫ്ലൂയിഡ് ആണ്. ഒരു ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ലോ ബ്ലഡ് പ്രഷർ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു IV ഫ്ലൂയിഡ് ആണ് റിംഗേഴ്സ് ലാക്ടേറ്റ്. അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ RL എന്നാണ് എഴുതാം. ദെൻ ക്യാപിറ്റൽ ലെറ്റർ RLL എന്ന് പറഞ്ഞാൽ റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലെഗ്. നമ്മുടെ ലെങ്സിന്റെ ലോവർ പോർഷൻ, അതായത് റൈറ്റ് ലെങ്സിന്റെ ലോവർ പോർഷൻ, റൈറ്റ് ഭാഗത്തുള്ള ലോവർ പോർഷൻ അല്ലെങ്കിൽ ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ, സോറി റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലെഗ്. ലെങ്സിന്റെ റൈറ്റ് സൈഡിലുള്ള ലോവർ ഭാഗത്തെയാണ് RLL അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്, റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലെഗ്. Then RLQ, capital letter RLQ എന്ന് പറഞ്ഞാല് റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. നമ്മുടെ അബ്ഡോമന്റെ റൈറ്റ് സൈഡിലെ അബ്ഡോമന്റെ ലോവർ ക്വാഡ്രന്റ് ലോവർ ഭാഗത്തെയാണ് RLQ എന്ന് അറിയപ്പെടുന്നത്. Then അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ RN. അതറിയാൻ പറ്റുമല്ലോ, രജിസ്റ്റേർഡ് നേഴ്സ്. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ നോട്ട്സിലൊക്കെ RN എന്ന് സൂചിപ്പിക്കാറുണ്ട് അല്ലെ, രജിസ്റ്റേർഡ് നേഴ്സ് ആണ്. ദെൻ RO എന്താണ്? റൂൾ ഔട്ട് എന്നുള്ള അർത്ഥമാണ്. അതായത് റൂൾ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക. ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ടൊരു ആള് ഹോസ്പിറ്റലിലേക്ക് വന്നു എന്ന് വിചാരിക്കും. അപ്പൊ അവർക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും കുറെ കാരണങ്ങൾ കൊണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ ചെസ്റ്റ് പെയിൻ വരുന്നത്. അപ്പൊ ആ കാരണങ്ങളൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ചെസ്റ്റ് പെയിൻ ആയിട്ടൊരു വ്യക്തി ചെന്നാല് അവർക്ക് ആദ്യം ECGയും കുറെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്ത് നോക്കും അല്ലെ, ഡോക്ടർ പ്രിഫർ ചെയ്യും. അങ്ങനെ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ECGയിലും ആ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നോർമൽ ആയിട്ടാണ് കാണുന്നതെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഹാർട്ട് ഫെയിലിയറുമായി, ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ടല്ല, അവർക്ക് നെഞ്ചുവേദന വന്നിരുന്ന ആ ഒരു പോസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തള്ളിക്കളയാൻ പറ്റും അല്ലെ. അതിനെയാണ് റൂൾ ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏതാണോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏതൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും, അതിൽ ഏതിനൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു മെഡിക്കൽ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ടേമാണ് റൂൾ ഔട്ട് അല്ലെങ്കിൽ RO എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ROM, ക്യാപിറ്റൽ ലെറ്റർ ROM എന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് മോഷൻ. അതായത് ഇപ്പൊ നമ്മുടെ ജോയിന്റ്സിനൊക്കെ പല ജോയിന്റ്സിനും പല രീതിയിലല്ലേ, പല എക്സ്റ്റെന്റിലാണ് മൂവ് ചെയ്യാൻ പറ്റുക അല്ലെ.
എല്ലാ ജോയിന്റ്സും ഒരുപോലെ മൂവ് ചെയ്യാൻ പറ്റോ? പറ്റോ? ഒരു പരിധി ഉണ്ട് അല്ലെ? അതിനെയാണ് റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജോയിന്റ്സിന്റെ എത്രത്തോളം എക്സ്റ്റെന്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, ആ ഒരു റേഞ്ച്, അതിനെയാണ് റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ റപ്ചർ ഓഫ് മെംബ്രെയിൻ, അതിനെയും ക്യാപിറ്റൽ ROM തന്നെയാണ് സൂചിപ്പിക്കുക. റപ്ചർ ഓഫ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്നിയോട്ടിക് സാക്കിൽ പ്രഗ്നൻസി സമയത്തൊക്കെ ഈ അമ്നിയോട്ടിക് സാക്ക് എന്ത് ചെയ്യുന്നു? റപ്ചർ ആവുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ആയി പോകുന്ന ഒരു അവസ്ഥ. അതായത് വാട്ടർ ബ്രേക്കിംഗ് എന്നൊക്കെ പറയാറുണ്ട്. പ്രഗ്നൻസി സമയത്തുള്ള വാട്ടർ ബ്രേക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ അമ്നിയോട്ടിക് സാക്ക് ബ്രേക്ക് ആവുന്നതിനെയാണ് റപ്ചർ ഓഫ് മെംബ്രെയിൻ എന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനെ രണ്ടിനെയും നമ്മൾ ROM എന്ന് പറയുന്ന അബ്രീവിയേറ്റഡ് ഫോമിലൂടെയാണ് സൂചിപ്പിക്കുക. ദെൻ RUL എന്ന് പറഞ്ഞാല് റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്സിന്റെ റൈറ്റ് സൈഡിലുള്ള അപ്പർ ലോബ് അല്ലെങ്കിൽ മുകൾ ഭാഗത്തെയാണ് നമ്മൾ RUL എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ RUX എന്ന് പറഞ്ഞാൽ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. നമ്മുടെ അബ്ഡോമനിന്റെ റൈറ്റ് ഭാഗത്തെ അപ്പർ ഭാഗം, റൈറ്റ് സൈഡിലുള്ള അപ്പർ ഭാഗത്തെ അല്ലെങ്കിൽ അപ്പർ ക്വാഡ്രന്റിനെയാണ് RUQ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ RX, ക്യാപിറ്റൽ ലെറ്റർ R, സ്മോൾ ലെറ്റർ X, RX എന്താണ്? പ്രിസ്ക്രിപ്ഷൻ. ചോദിക്കാറുള്ളതാണ് കേട്ടോ, പ്രിസ്ക്രിപ്ഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് അതൊരു കണക്ഷൻ കിട്ടാത്ത പോലത്തെ ടേംസുകൾ ആയതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ കൂടുതൽ ചാൻസുകളാണ്. RX പ്രിസ്ക്രിപ്ഷൻ. ദെൻ S ഹൈഫൺ, സ്മോൾ ലെറ്റർ S, ഒരു ഹൈഫൺ ഇട്ടാൽ വിത്തൗട്ട് എന്നുള്ളതാണ്. അതായത് വിത്തൗട്ട് മെഡിക്കേഷൻ അല്ലെങ്കിൽ വിത്തൗട്ട് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ദെൻ ക്യാപിറ്റൽ ലെറ്റർ SC, ക്യാപിറ്റൽ ലെറ്റർ SC ആണ് സബ്ക്യൂട്ടേനിയസ്. രണ്ടർത്ഥമാണ് SCക്ക്. നമുക്ക് രണ്ടിന്റെയും ക്യാപിറ്റൽ ലെറ്റർ SC വരാറുണ്ട്. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കിന്നിന്റെ താഴെ അല്ലെ, അണ്ടർ ദ സ്കിന്നിന്റെ താഴെയുള്ള ടിഷ്യൂ ലെയറിനെയാണ് നമ്മൾ സബ്ക്യൂട്ടേനിയസ് ലെയർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ സെക്രീറ്ററി കമ്പോണന്റ്. സെക്രീറ്ററി കമ്പോണന്റ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലേക്ക് ഒരു പ്രോട്ടീൻ ആണ്, ക്രൂഷ്യൽ റോൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം പ്രോട്ടീൻ ആണ് സെക്രീറ്ററി കമ്പോണന്റ്. അപ്പൊ നമ്മുടെ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് സെക്രീറ്ററി കമ്പോണന്റ് അല്ലെങ്കിൽ SC എന്ന് പറയുന്നത്. അപ്പൊ രണ്ടിന്റെയും SC തന്നെയാണ് എഴുതുക കേട്ടോ. ദെൻ ക്യാപിറ്റൽ ലെറ്റർ SICU. SICU അറിയാലോ, ഏതാണ്? സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പഠിച്ചതല്ലേ? ICU പഠിച്ചതല്ലേ? പഠിച്ചില്ലേ നിങ്ങൾ? ICU പഠിച്ചതല്ലേ? ഇതൊക്കെ പഠിച്ചതാണല്ലോ. SICU, NICU അല്ലെ, ഇതൊക്കെ പഠിച്ചതാണ് കേട്ടോ. SICU സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. Then capital letter SIDS എന്ന് വെച്ചാൽ സഡൻ ഇൻഫാന്റ് ഡെത്ത് സിൻഡ്രോം. അതായത് ഒരു പെട്ടെന്നുണ്ടാവുന്ന ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ബേബീസിന്റെ പെട്ടെന്നുണ്ടാവുന്ന മരണം. അത് ചിലപ്പോ എന്താണ്, ഇപ്പൊ ഒരു നോർമലി ഒരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, 1 വയസ്സിന് താഴെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന കുട്ടികളുടെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള പെട്ടെന്നുണ്ടാവുന്ന സഡൻ ഡെത്തിനെയാണ് നമുക്ക് അൺനോൺ ആണ്, അതിന്റെ കാരണങ്ങൾ അൺനോൺ ആണ്. ചിലപ്പോൾ മിക്കപ്പോഴും അത് കുട്ടികൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഈ ഒരു ഡെത്ത് സംഭവിക്കുക. അതാണ് സഡൻ ഇൻഫാന്റ് ഡെത്ത് സിൻഡ്രോം അല്ലെങ്കിൽ SIDS എന്ന് സൂചിപ്പിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ SL സബ്ലിംഗ്വൽ. എന്താണ് സബ്ലിംഗ്വൽ? അണ്ടർ ദ ടങ് അല്ലെ, ടങ്ങിന് താഴെ. നമ്മൾ ചില മരുന്നുകൾ തരുമ്പോൾ പറയാറുണ്ട് നാവിനടിയിൽ വെക്കാന്ന് പറയും അല്ലെ, നാവിനടിയിൽ വെച്ച് അലിയിപ്പിച്ച് കഴിക്കാന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അത് തന്നെയാണ് സബ്ലിംഗ്വൽ, അണ്ടർ ദ ടങ് എന്നുള്ള അർത്ഥമാണ്. Then SOB, ക്യാപിറ്റൽ ലെറ്റർ SOB ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. നമ്മുടെ ഫീലിംഗ് ഓഫ് ബ്രീത്ത് അല്ലെ, ബ്രീത്ത് എന്താണ്? ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആണ്. ബ്രീത്ത് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് അല്ലെങ്കിൽ ക്യാപിറ്റൽ SOB എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then SQ സബ്ക്യൂട്ടേനിയസിന് കുറച്ചധികം എക്സ്പാൻഡ് ഫോം പറയുന്നുണ്ട്. ഒന്നാമത് സബ്ക്യൂട്ടേനിയസ് നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ ലെറ്റർ SC പറഞ്ഞാൽ അല്ലെ. ഇനി അടുത്തൊരെണ്ണമാണ് ക്യാപിറ്റൽ ലെറ്റർ SQ എന്ന് പറഞ്ഞാലും സബ്ക്യൂട്ടേനിയസ് ആണ്. അപ്പൊ മാറിപ്പോവാതെ ഒരുപോലെയുള്ളതൊന്ന് നോട്ട് ചെയ്ത് കുറിച്ച് പഠിക്കണം കേട്ടോ. SQ എന്ന് പറഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ് തന്നെയാണ്. Then capital small letter SS, small letter SS എന്ന് പറഞ്ഞാല് ഹാഫ് എന്നുള്ള അർത്ഥമാണ്. ഇത് 1/2. നമ്മളോട് ചില മരുന്നുകളൊക്കെ തരുമ്പോ പറയാറില്ലേ, അതിന്റെ 1/2 കഴിച്ചാൽ മതി പറയാറുണ്ടോ? അല്ലെങ്കിൽ 1/2 ക്വാണ്ടിറ്റി കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഹാഫ് ഡോസ് കഴിച്ചാൽ മതി അങ്ങനെ പറയില്ലേ? അതാണ് ഇവിടെ സ്മോൾ ലെറ്റർ SS അല്ലെങ്കിൽ ഹാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Then capital letter S bar S,
എന്ന് വെച്ചാൽ സൈൻസ് ആൻഡ് സിംറ്റംസ്. ആ രോഗികളിൽ സൈൻസും സിംറ്റംസും അല്ലെ, അവരുടെ അടയാളങ്ങളും ലക്ഷണങ്ങളും. ദെൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി, ഉടനെ എന്നുള്ളൊരു അർത്ഥം വരുന്ന ടേമാണ് സ്റ്റാർട്ട്. Then capital letter STD, sexually transmitted diseases. Sexual contacts-ലൂടെ പകരുന്ന sexually transmitted diseases ന്റെ abbreviated form ആണ് capital letter STD എന്ന് പറയുന്നത്. Then അടുത്തതാണ് സബ്ക്യൂ. ഇതും എന്ത് തന്നെയാ? സബ്ക്യൂട്ടേനിയസ്. അപ്പൊ സബ്ക്യൂട്ടേനിയസിന്റെ 3 എണ്ണം പഠിച്ചിട്ടാ നമ്മൾ പറഞ്ഞായിരുന്നു. അത് 3 നോട്ട് ചെയ്ത് പറ്റണം കേട്ടോ. ഏത് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. സബ്ക്യൂട്ടേനിയസ് എന്നുള്ളതാണ് അണ്ടർ ദ സ്കിൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. Then SVT, capital letter SVT എന്ന് പറഞ്ഞാൽ supra ventricular tachycardia. supra ventricular tachycardia എന്താണ്? ഒരു ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റിനെ തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് ഉണ്ടാകുന്ന അവസ്ഥ. Then capital letter S, small letter x, SX എന്ന് വെച്ചാൽ സിംറ്റംസ് എന്നാണ് അതിന്റെ അർത്ഥം. സിംറ്റംസ്. അതുപോലെ തന്നെ 2 എണ്ണം ഉണ്ട് കേട്ടോ സിംറ്റംസിന്. 2 അബ്രിവിയേറ്റഡ് ഫോം ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ എസും സ്മോൾ എക്സും കൂടി വരുന്നതാവാം, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ SYM, സിം എന്ന സിംറ്റമിന്റെ ആദ്യത്തെ 3 ലെറ്റേഴ്സ് SYM, സ്മോൾ ലെറ്റർ SYM എന്ന് എഴുതിയാലും അത് സിംറ്റംസ് ആണ്. ഓക്കെ ആണോ? ഈ പേജ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയട്ടെ മിസ്? പറയട്ടെ? നോട്ട് ചെയ്തോട്ടാ. 259 RN, 261 ROM, 261, 264, then 267, 268, 268, then 273, 274, 275, 275, then 278. കിട്ടിയോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കിട്ടിയിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പേജിലേക്ക് പോവാണ്. നെക്സ്റ്റ് വരുന്നത് ഈ പേജ് ഒന്നുകൂടി ഏതാണോ ഒന്നുകൂടി പറയണ്ടേ? നമ്പേഴ്സ് ആണോ? അഭിഷ് ഇതാണ് പേര്. നമ്പേഴ്സ് ആണോ പറയണ്ടേ? 259 കിട്ടാത്തവരൊന്നും ശ്രദ്ധിക്കണേ. 259, 261, 264, 267, 268, then 273, 274, 275. അടുത്തത് 278. കിട്ടിയോ? ഓക്കെ. അടുത്തത് ഈ ഒരു പേജിലൊക്കെ എളുപ്പമുള്ളതാണ് കേട്ടോ. ടാബ്, TAB എന്ന് എഴുതിയാൽ ടാബ് എന്ന് എഴുതിയാൽ ടേബിൾ എന്നാണ് അർത്ഥം. ടേബിൾ. ഓക്കെ. then TB, ക്യാപിറ്റൽ TB എന്താ? നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ? TB ഡിസീസ്, ക്ഷയം അല്ലെ? കേട്ടിട്ടില്ലേ? TB ഓരോരുത്തർക്ക് TB വരുന്നു പറഞ്ഞ് കേട്ടിട്ടില്ലേ? ക്ഷയം അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് അല്ലെ? അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എഴുതുന്നതാണ് ക്യാപിറ്റൽ ലെറ്റർ TB കേട്ടോ. Then capital letter TBA എന്ന് വെച്ചാൽ to be admitted and to be announced. അതായത് 2 അർത്ഥവും വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. to be admitted or to be announced. അതായത് നമ്മളിവിടെ അഡ്മിറ്റ് ആവാനായിട്ട് കുറച്ച് ഡിലേ വരുന്നു, അല്ലെങ്കിൽ ഫൈനലൈസ്ഡ് ആയിട്ടില്ല. ആ ഒരു പേഷ്യന്റിനെ അഡ്മിഷൻ, ആ ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷൻ എന്ത് ചെയ്തിട്ടില്ല? ഫൈനലൈസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ അഡ്മിറ്റ് ആവാൻ സാധ്യതയുണ്ട്. to be admitted ആവാം അല്ലെ? ഫൈനലൈസ് ചെയ്തിട്ടില്ല. Then to be announced എന്ന് പറഞ്ഞാലും അത് തന്നെ. എന്താ? റിസൾട്ടുകൾ കാര്യങ്ങൾ കൺഫേം ആവാത്തത് കൊണ്ട് നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ. Then TBSP, ടേബിൾ സ്പൂൺ. ഇനി വാരം നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? TB, സ്മോൾ ലെറ്റർ TBSP ഷോർട്ട് ആയിട്ട് എഴുതുന്നല്ലേ? ടേബിൾ സ്പൂൺ എന്നതിന് പകരം ഡോക്ടേഴ്സ് എഴുതുന്ന കണ്ടിട്ടില്ലേ? മരുന്നുകളൊക്കെ എഴുതുമ്പോ സിറപ്പിന്റെ കൂടെ ഇത്ര ടേബിൾ സ്പൂൺ ആണ് കുടിക്കേണ്ടത് എഴുതുന്ന കണ്ടിട്ടില്ലേ നിങ്ങള്? ഓക്കെ. നെക്സ്റ്റ് ടെക്, സ്മോൾ ലെറ്റർ ടെക് എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ ഓർ ടെക്നോളജിസ്റ്റ് എന്നുള്ള അർത്ഥമാണ്. ടെക്നീഷ്യൻ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റ് എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. Then capital letter TIA, capital letter TIA എന്ന് പറഞ്ഞാൽ ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു മിനി സ്ട്രോക്ക് ആണ്.
ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് എന്ന് പറഞ്ഞ ഒരു മിനി സ്ട്രോക്ക് ആണ്. അതായത് സ്ട്രോക്ക് ലൈക്ക് സിംറ്റംസ് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. ടെമ്പററി ആയിട്ട് നമ്മുടെ ആ ബ്രെയിനിലോട്ട് പോകുന്ന ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുമ്പോൾ, താൽക്കാലികമായിട്ട് ഇങ്ങനെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുമ്പോൾ ഒരു സ്ട്രോക്ക് ലൈക്ക് ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്നതിനെയാണ്, ഒരു മിനി സ്ട്രോക്ക് ഉണ്ടാവുന്നതിനെയാണ് ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ TIA, ക്യാപിറ്റൽ TIA എന്ന് സൂചിപ്പിക്കുന്നത്. Then small letter TID, അല്ലെങ്കിൽ small letter TID എന്ന് പറഞ്ഞാൽ 3 times a day, ഒരു ദിവസം 3 പ്രാവശ്യം, 3 times a day. Then capital letter TKO, TKO എന്ന് പറഞ്ഞാൽ to keep open, അതായത് to keep vein open എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ ഒരു പേഷ്യൻസിന്റെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ വന്ന് IV ഇടാൻ വേണ്ടിയിട്ടുള്ള നീഡിൽസ് അല്ലെങ്കിൽ ക്യാനുലൊക്കെ പ്ലേസ് ചെയ്യില്ലേ. നമ്മുടെ വെയിൻസ് എപ്പോഴും ഓപ്പൺ ആക്കി വെക്കുക. അതായത് ഫ്യൂച്ചർ യൂസിന് വേണ്ടി ചിലപ്പോൾ ഡ്രിപ്സ് പോലുള്ള ചെറിയ രീതിയിൽ ഇട്ടിട്ട് അവർ എപ്പോഴും അത് അവിടെ വെച്ചേക്കില്ലേ. നിങ്ങൾ അഡ്മിറ്റ് ആവുന്ന കണ്ടിട്ടില്ലേ, അവർ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഫ്യൂച്ചർ ആയിട്ടുള്ള ചിലപ്പോൾ അപ്പോഴും ചിലപ്പോൾ വലിയ ഉപയോഗമൊന്നും ഇല്ലെങ്കിലും ഭാവിയിലേക്ക് മരുന്നുകളോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ അവിടെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെയിൻ ഓപ്പൺ ചെയ്ത് വെക്കുന്ന പ്രൊസീജിയർ ആണത്. കണ്ടിട്ടില്ലേ നിങ്ങള്? ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാത്ത ആൾക്കാരുണ്ടോ? ആരെങ്കിലും പരിചയം കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടില്ലേ? നമ്മൾ ചെല്ലുമ്പോ തന്നെ നമ്മുടെ ക്യാനുല പ്ലേസ് ചെയ്യില്ലേ, നമ്മുടെ കയ്യിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഡ്രിപ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ തിരിച്ചു പോരുമ്പോഴല്ലേ അവിടുന്ന് മാറ്റുള്ളൂ. എടുത്ത് മാറ്റുന്നത് തിരിച്ചു പോരുമ്പോഴല്ലേ. അത് എന്തിനു വേണ്ടി? എപ്പോഴെപ്പോഴും നമ്മളെ അത് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി അല്ലെ, ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിൻ എപ്പോഴും ഓപ്പൺ ആക്കി ഇടുന്ന പ്രൊസീജിയർ ആണ്. അതാണ് ഇവിടെ പറയുന്നത് TKO, ടു കീപ് ഓപ്പൺ, ടു കീപ് വെയിൻ ഓപ്പൺ എന്ന് പറയുന്നത്. Then TPR എന്ന് പറയുന്നത് എന്തിന്റെ ഷോർട്ട് ഫോം ആണ്? ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ കേട്ടോ. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ. Then TSP, സ്മോൾ ലെറ്റർ TSP എന്ന് പറഞ്ഞാൽ ടീസ്പൂൺ. ടേബിൾ സ്പൂണിന്റെ പേര് പറഞ്ഞിരുന്നു, ടീസ്പൂണിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലൊന്നും നോക്കണം കേട്ടോ, മാറിപ്പോകരുതേ. Then capital letter T, small letter X, TX എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ്. RX നമ്മൾ പറഞ്ഞിരുന്നു, SX പറഞ്ഞിരുന്നു അല്ലെ. എന്താ RX? പ്രിസ്ക്രിപ്ഷൻ അല്ലെ. SX എന്താ? സിംറ്റം. ഇവിടെ TX എന്താ? ട്രീറ്റ്മെന്റ് കേട്ടോ. അപ്പൊ അതൊന്ന് മാറിപ്പോവാതെ നോക്കി ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. TX ട്രീറ്റ്മെന്റ്. Then U എന്ന് പറഞ്ഞാൽ യൂണിറ്റ്. ഓരോ യൂണിറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ U ആണ് ഉപയോഗിക്കാറ്, യൂണിറ്റ്. UA എന്ന് പറഞ്ഞാൽ യൂറിനാലിസിസ്. യൂറിനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് ഓഫ് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ്. എന്തെങ്കിലും കിഡ്നി പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് യൂറിനാലിസിസ് എന്ന് പറയുന്നത്. Then capital letter UE എന്ന് പറഞ്ഞാൽ അപ്പർ എക്സ്ട്രീമിറ്റി. അതായത് നമ്മുടെ ബോഡിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് അപ്പർ ബോഡി, നമ്മുടെ അപ്പർ ബോഡിയുടെ ഫങ്ഷണൽ യൂണിറ്റ്സ്, അതായത് ഷോൾഡർ മുതൽ നമ്മുടെ ഫിംഗേഴ്സ് വരെയുള്ള ഇടങ്ങളാണ് ഈ അപ്പർ എക്സ്ട്രീമിറ്റിയിൽ വരാം. ഏതൊക്കെ വരാം? ഷോൾഡർ വരാം, ഫോർ ആംസ് വരാം അല്ലെ, എൽബോ വരാം, ഹാൻഡ്സ് വരാം, റിസ്റ്റ് വരാം, ഫിംഗേഴ്സ് വരാം. അങ്ങനെയുള്ള നമ്മുടെ ഷോൾഡർ മുതൽ ഫിംഗേഴ്സ് വരെയുള്ള എല്ലാ ഭാഗങ്ങളുമാണ് അപ്പർ എക്സ്ട്രീമിറ്റി എന്ന് പറയുന്നത്. Then URI, ക്യാപിറ്റൽ URI എന്ന് പറഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. ഇപ്പൊ നമ്മുടെ സൈനസിനോ അല്ലെങ്കിൽ നമ്മുടെ ത്രോട്ടിനോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ എന്താണ് കോമൺ കോൾഡ് ഒക്കെ വരുന്നത് സൈനസിനോ ത്രോട്ടിനോ നോസിനോ ഒക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്, URI എന്ന് പറയുന്നത്. Then USP എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു നോൺ പ്രോഫിറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. നമ്മുടെ എന്താണ് മെഡിസിൻസിന് വേണ്ടിയിട്ടൊക്കെ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്കൊക്കെ വേണ്ടി ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ഒരു നോൺ പ്രോഫിറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് USP അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ UTI എന്ന് പറഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നമ്മൾ പഠിച്ചതാണ് അല്ലെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. BD, ക്യാപിറ്റൽ BD എന്ന് പറഞ്ഞാൽ വെനേറിയൽ ഡിസീസ്. അതായത് നമ്മുടെ ഇപ്പൊ നമ്മൾ പറയുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നാണ്. അതിന്റെ ഓൾഡ് ടേം ആണ് വെനേറിയൽ ഡിസീസ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് പകരം നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്ന ടേം ആണ് വെനേറിയൽ ഡിസീസ്. സിഫിലിസ്, ഗൊണേറിയ അങ്ങനെയുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളാണ് വെനേറിയൽ ഡിസീസുകൾ എന്ന് പറയുന്നത്. VOL, VOL എന്ന് പറഞ്ഞാൽ വോളിയം എന്നാണ് അർത്ഥം.
Then capital letter VS എന്ന് സൂചിപ്പിക്കുന്നത് വൈറ്റൽ സയൻസിനെയാണ്. capital letter VS വൈറ്റൽ സയൻസ്. Then W bar ആണെങ്കിൽ വിത്ത് എന്നുള്ള അർത്ഥമാണ്. വിത്ത് മെഡിസിൻ അല്ലെങ്കിൽ വിത്ത് മീൽസ്. ചില മരുന്നുകൾ നമുക്ക് വിത്ത് മീൽസ് ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാൻ പറയും അല്ലെ, അങ്ങനെ വിത്ത് മെഡിസിൻ വിത്ത് മീൽസ് എന്നുള്ള അർത്ഥമാണ് W bar കൊടുത്താൽ. Then WBC എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. RBC പറഞ്ഞു, WBC പറഞ്ഞു കേട്ടോ. WBC വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. capital letter WNL എന്ന് വെച്ചാൽ വിത്തിൻ നോർമൽ ലിമിറ്റ്. നമ്മൾ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ വൈറ്റൽ ഫംഗ്ഷൻസ് ഒക്കെ സിഗ്നൽസ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ അതാണ് വിത്തിൻ നോർമൽ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രഷർ ആണെങ്കിലും ഷുഗർ ആണെങ്കിലും ഒരു നോർമൽ ലിമിറ്റ് അല്ലെങ്കിൽ റേഞ്ച് ഇല്ലേ, ആ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കുന്നതാണ് വിത്തിൻ നോർമൽ ലിമിറ്റ് എന്ന് പറയുന്നത്. WNL capital WNL എന്ന് പറയുന്നത്. Then W bar O എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എന്നാണ്. W bar മാത്രമാണെങ്കിൽ വിത്ത് ആണ്. W bar O എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വിത്തൗട്ട് ആണ് കേട്ടോ, വിത്തൗട്ട് ആണ്. ഓക്കെ, ഈ ഒരു പേജിൽ ഇമ്പോർട്ടന്റ് പറയട്ടെ, പറയട്ടെ മിസ്റ്റർ. എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നേ? ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. 281 281 282 281 282 283 അത് മൂന്നെണ്ണം അടുപ്പിച്ച് 281 282 283. ഓക്കെ, അടുത്തത് 288 288. Then 290 290. അടുത്തത് 294 294 296 296. Then അടുത്തത് 299 299 299. 301 301. Last one 303 303. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത പേജ് നോക്കാം കേട്ടോ. ഇനി കുറച്ച് നമുക്ക് അബ്രീവിയേഷൻ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. കുറച്ച് അബ്രീവിയേഷനിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഇതുപോലെ ഒത്തിരി ഡീറ്റെയിൽഡ് ഒന്നുമില്ല, സിമ്പിൾ പോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്പേഴ്സോ മാത്രമൊക്കെ കാണുള്ളൂ കേട്ടോ. നോക്കിയേ, സ്മോൾ ലെറ്റർ WT എന്ന് പറഞ്ഞാൽ ഏതാണോ കൂടി പറയുന്നത്? നമ്പേഴ്സ് ആണോ? ആ പേജിലെ ആണോ? 281 മിസ് പറയാം, കൂടി പറയാം കേട്ടോ, വേഗം നോക്കണേ. 281 282 283 288 290 294 296 299 301 301 303 303. ഓക്കെ, നെക്സ്റ്റ് സ്മോൾ ലെറ്റർ WT എന്ന് പറഞ്ഞാല് വെയിറ്റിനെ ഷോർട്ട് ആക്കി എഴുതുന്നതാണ് സ്മോൾ ലെറ്റർ WT. വെയിറ്റ് YO ഇത് എഴുതുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. ഇയേഴ്സ് ഓൾഡ്, എത്ര വയസ്സായി? നമ്മളോട് ഇയേഴ്സ് ചോദിക്കാറില്ല, എത്ര വയസ്സായി എഴുതുമ്പോ ഡോക്ടേഴ്സ് എഴുതാറില്ലേ? ഇപ്പൊ നമ്മൾ എത്ര വയസ്സാണോ പറയുന്നത്, കുട്ടികളിലേക്കാണെങ്കിൽ 5 years old. വൈയുടെ അവിടെ നിന്ന് ഒരു ഹൈഫൺ പോലെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ആരോ ഒരു ഇപ്പർ എന്നുള്ളൊരു ബാർ ഇട്ടിട്ട് O എഴുതാറുണ്ട് അല്ലെ. എത്ര ഇയേഴ്സ് ഓൾഡ് ആയി എന്ന് സൂചിപ്പിക്കുന്നതാണ് YO, സ്മോൾ ലെറ്റർ YO. X ഒരു ഹൈഫൺ ഇട്ട് കഴിഞ്ഞാല് എക്സെപ്റ്റ് എന്നാണ് അർത്ഥം, ഒഴികെ അല്ലെങ്കിൽ കൂടാതെ എന്നുള്ള അർത്ഥം. സ്മോൾ ലെറ്റർ X ഒരു ഹൈഫൺ ആണ്, എക്സെപ്റ്റ് എന്നുള്ളതാണ്. 1 degree എന്ന് നമ്മൾ 1 degree എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അത് പ്രൈമറി എന്ന് പറയും. നമ്മൾ യൂസ് ചെയ്യാറുള്ള ടേമാണ് പ്രൈമറി. അടുത്തത് 2 degree ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ സെക്കൻഡറി എന്ന് പറയും അല്ലെ. 1 degree അല്ലെങ്കിൽ 1 പ്രൈമറി, 2 എന്ന് പറഞ്ഞ സെക്കൻഡറി. ഓക്കെ, ആ ഒരു ആരോ മാർക്ക് മുകളിലേക്ക് പോകുന്ന ആരോ മാർക്ക് ആണെങ്കിൽ ഇൻക്രീസ്ഡ് അല്ലെ. താഴേക്ക് പോകുന്ന ആരോ മാർക്കാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഡിക്രീസ്ഡ്. അറിയാലോ, ഇതൊന്നും നമ്മൾ എക്സ്ട്രാ പറയേണ്ട കാര്യമില്ല, ഇതൊക്കെ അറിയാവുന്നതല്ലേ. അടുത്തത് എന്താണ്? ഒരു 0 ഇട്ടിട്ട് ഒരു വര വെച്ച് നേരെ ഒരു നടുക്കുള്ള ഒരു വര വെച്ചിരിക്കുകയാണ് അല്ലെ. ഒരു പിക്ചറെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഈ പിക്ചർ അങ്ങനെ തന്നെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നോ അല്ലെങ്കിൽ നോട്ട് അല്ലെങ്കിൽ നൺ എന്നുള്ളൊരു അർത്ഥമാണ്. നോ, നോട്ട് അല്ലെങ്കിൽ നൺ എന്നുള്ള അർത്ഥമാണ്. ക്യാപിറ്റൽ ലെറ്റർ R മാത്രമാണെങ്കിൽ റൈറ്റ് എന്ന് സൂചിപ്പിക്കുന്നു. ക്യാപിറ്റൽ ലെറ്റർ L മാത്രമാണെങ്കിൽ ലെഫ്റ്റ് എന്ന് സൂചിപ്പിക്കുന്നു. ഇനി വരുന്ന ചിഹ്നങ്ങൾ, അതായത് ആദ്യത്തെ ചിഹ്നത്തിനെ എന്താ? മൈക്രോ എന്നാണ് സൂചിപ്പിക്കുക. അടുത്ത ചിഹ്നത്തെ ആൽഫ എന്ന് സൂചിപ്പിക്കുന്നു.
അടുത്ത ചിഹ്നത്തെ ബീറ്റ എന്ന് സൂചിപ്പിക്കുന്നു. മൈക്രോ, ആൽഫ, ബീറ്റ. അത് മൂന്നൊന്ന് നോട്ട് ചെയ്യുക. ദെൻ അടുത്തതാണ് അപ്രോക്സിമേറ്റ്ലി. എന്താ? ഏകദേശം എന്നുള്ളൊരർത്ഥമാണ്. അപ്രോക്സിമേറ്റ്ലി എന്നുള്ളൊരർത്ഥമാണ് ഈ ചിഹ്നം ഉപയോഗിച്ചാൽ കാണാം. ദെൻ ക്യാപിറ്റൽ ലെറ്റർ X2 എന്ന് പറഞ്ഞാല് ടൈംസ് എന്നാണ് ഇവിടെ. ടൈംസ് 2, 2 തവണ അല്ലെങ്കിൽ 2 ടൈംസ് അല്ലെങ്കിൽ ട്വൈസ് എന്നൊക്കെ പറയില്ലേ നമ്മള്. 2 തവണ അല്ലെങ്കിൽ 2 ടൈംസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. X2, X അല്ല ശരിക്കും, അത് ഇൻറ്റു ആണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ഇൻറ്റു 2 എഴുതില്ലേ? 2 തവണ അല്ലെങ്കിൽ ട്വൈസ്, 2 പ്രാവശ്യം എന്ന് എഴുതില്ലേ? ഇല്ലേ? നമ്മള് എന്തെങ്കിലും ഒക്കെ എഴുതുന്ന സമയത്ത് കാണാറുണ്ടാവും. ഇൻറ്റു ആണ് കേട്ടോ അവിടെ ശരിക്കും ഒരു മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു മീനിങ് ആണ്. ഇൻറ്റു 2 അല്ലെങ്കിൽ ടൈംസ് 2 അല്ലെങ്കിൽ 2 ടൈംസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദെൻ പെർ എന്നുള്ളൊരു അർത്ഥമാണ്. അതെ, മടങ്ങ് എന്നുള്ളൊരർത്ഥം കേട്ടോ. പെർ, അതെ, ഓരോന്നും നമുക്ക് അറിയാവുന്നതാണ്. പെർ. ദെൻ നോട്ട് ഈക്വൽ എന്നാണ് അതിന്റെ ഓരോ ചിഹ്നത്തിന്റെ അർത്ഥം. ദെൻ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഇതൊക്കെ അറിയാവുന്നതാണല്ലോ അല്ലെ? നമ്മൾ ചെറിയ ക്ലാസ് മുതലേ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചതാണ്. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, അതിന്റെ ആ ഒരു ഓപ്പണിംഗ് എവിടേക്കാണെന്ന് അനുസരിച്ച് നോക്കണം. അത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ അത് ക്വസ്റ്റ്യനബിൾ ആണോ പോസിബിൾ ആണോ എന്നുള്ളൊരർത്ഥമാണ്. ക്വസ്റ്റ്യനബിൾ, പോസിബിൾ എന്നൊരർത്ഥമാണ്. സാധ്യമാണോ എന്നുള്ളൊരർത്ഥം. ദെൻ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ ചേഞ്ച് എന്നുള്ള അർത്ഥമാണ്. ജസ്റ്റ് ഒരു ഹൈഫൺ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്നുള്ളൊരു അർത്ഥമാണ്. നമ്മൾ നെഗറ്റീവിന് അങ്ങനെ എഴുതാം. നെഗറ്റീവിന് ഒരു ഹൈഫൺ ഇടും. പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് ഇടും. അല്ലെ? പോസിറ്റീവ് ആണെങ്കിൽ പ്ലസും, നെഗറ്റീവിനാണെങ്കിൽ ഒരു ഹൈഫൺ അല്ലേ ഇടുന്നത്? നമ്മള് നെഗറ്റീവ് മാർക്ക് അല്ലേ ഇടുന്നത്? ഓക്കെ. അപ്പൊ ആ ഒരു പേജിൽ ഇമ്പോർട്ടന്റ് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ 304. 304 നോക്കാം കേട്ടോ. അതിനുശേഷം 309, 310, 309, 310. Then 312, 313. 6 എല്ലും 312, 313. അടുത്തത് ആൽഫ ബീറ്റ 315, 316, 315, 316. Okay. Then 324, 324. ചേഞ്ച് എന്നുള്ളത് 324, 324. ഓക്കെ, കിട്ടിയോ? 304 പറഞ്ഞു, 309, 310. Then 312, 313. പിന്നെ ഏതാ പറഞ്ഞത്? 315, 316 പറഞ്ഞു. Then 324. ഓക്കെ, ലാസ്റ്റ് ഒരു 2 എണ്ണവും കൂടി ഉണ്ട്. അത് 2ഉം കൂടി നോട്ട് ചെയ്യണം കേട്ടോ. ആ 2 എണ്ണവും ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുകയും വേണം. ഇനി ആദ്യമേ മിസ് പറയാണ്, നോട്ട് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ആണ് വിചാരിച്ച് കളയല്ലേ. അതിൽ നോക്കി എന്താണെന്നുള്ളത്. ഫീമെയിൽ ആണെങ്കിൽ അതിന്റെ ചിഹ്നം എങ്ങനെയായിരിക്കും? താഴെ ഒരു പ്ലസ് ആയിരിക്കും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അതില് താഴെ ഒരു പ്ലസ് ആണെങ്കിൽ അത് ഫീമെയിൽ എന്ന് സൂചിപ്പിക്കുന്നു. ഒരു ആരോ, മുകളിലേക്ക് ഒരു ആരോ പോലെയാണെങ്കിൽ അത് മെയിൽ എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ഫീമെയിലും മെയിലും രണ്ടും തമ്മിൽ മാറിപ്പോകരുതേ. താഴെ പ്ലസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് ഇല്ല കേട്ടോ. പ്ലസ് ആണെങ്കിൽ ഫീമെയിൽ ആണെന്ന് പഠിച്ചു വെച്ചാല് മറ്റേത് വന്നാലും അറിയാൻ പറ്റില്ലേ? അപ്പൊ ഏതെങ്കിലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വ്യക്തമായിട്ട് പഠിക്കുക. അപ്പൊ അടുത്തത് കിട്ടും. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. രണ്ടും പഠിക്കാൻ പറ്റുന്നവരാണ്, ഓർമ്മ കിട്ടുന്നവരാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ താഴെ പ്ലസ് ആണെങ്കിൽ ഫീമെയിൽ എന്ന് സൂചിപ്പിക്കുന്നു. മുകളിലേക്കുള്ള ഒരു ആരോ പോലെയാണെങ്കിൽ അത് മെയിലിനെ സൂചിപ്പിക്കും. ക്ലിയർ ആണോ? നമ്മുടെ അബ്രിവിയേഷൻസ് കംപ്ലീറ്റഡ് ആയി കേട്ടോ. ഈ 2 എണ്ണവും നോട്ട് ചെയ്യണം കേട്ടോ. മറന്നുപോലെ നോട്ട് ചെയ്ത് വെക്കണം, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇനി കോമൺ സഫിക്സ് അല്ലേ എടുക്കാനുള്ളത്? അല്ലെ, കോമൺ സഫിക്സ് അല്ലേ എടുക്കുക. അപ്പൊ മിസ്സിന്റെ ഭാഗം കംപ്ലീറ്റ് ആയി കേട്ടോ. ഒരു 5 മിനിറ്റ് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം, പോവരുത്. ഇപ്പൊ മൈൽ റോസ് മാം ആണ് എടുക്കുന്നത്. ഒരു 5 മിനിറ്റ് മാം കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ആ ഒരു സഫിക്സ് ഭാഗം എടുക്കാനാണെന്ന് തോന്നുന്നു, മിസ്സിന് അറിയില്ല. ഒരു 5 മിനിറ്റ് കണ്ടിന്യൂ ചെയ്യണം, പോവരുത്. മാം ഇപ്പൊ തന്നെ വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടി ഇപ്പൊ എടുക്കും. എല്ലാവർക്കും നന്നായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്ത് എഴുതാം. നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആയിരിക്കും. എക്സാം ഡേറ്റും കാര്യങ്ങളും ഒക്കെ അറിയിക്കും. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, പോവരുത്. ഇപ്പൊ തന്നെ മാം വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.
Good afternoon. നിങ്ങൾക്ക് ചെറിയൊരു ഭാഗം കൂടി മിസ് എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഭാഗം കൂടി മിസ് എടുത്തിട്ട് മിസ് തന്നെ പോയി ഒരു 5 മിനിറ്റ് തന്നാൽ മതി കേട്ടോ. ഓക്കെ, സഫിക്സ് എടുക്കാനുണ്ടല്ലേ? സഫിക്സ് കൂടി ഒന്ന് എടുത്തിട്ട് പോവാം. അടിച്ചു തുടങ്ങി എല്ലാവരും? ഓക്കെ, നല്ല മാർക്ക് വാങ്ങിക്കണം കേട്ടോ, കുറച്ച് അല്ലേ? ഓക്കെ, ഓക്കെ, സഫിക്സ് നോക്കാം കേട്ടോ നമുക്ക്. ഫസ്റ്റ് പറയുന്നത് സഫിക്സിൽ ഫസ്റ്റ് വൺ ഓൾ ചെയ്യാം കേട്ടോ, ഓൾ ചെയ്യാം റിലേറ്റീവ് ടു പെയിൻ. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് അസ്തനോ. അസ്തനോ എന്ന് പറഞ്ഞാല് ഫീബിൾനെസ്. ഫീബിൾനെസ് എന്ന് പറഞ്ഞാല് ബലഹീനത കേട്ടോ. അസ്തനോ, അസ്തനോ എന്ന് പറയും കേട്ടോ, അസ്തനോ. ഓക്കെ, ഓൾ ചെയ്യാം അസ്തനോ കേട്ടോ. ഓൾ ചെയ്യാന്ന് പറഞ്ഞാല് റിലേറ്റീവ് ടു പെയിൻ. അസ്തനോ എന്ന് പറഞ്ഞാല് ഫീബിൾനെസ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ബ്ലാസ്റ്റ്, ഇമ്മച്യൂർ സെൽ കേട്ടോ. ഇമ്മച്യൂർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇമ്മച്യൂർ എന്തായിരിക്കും? ഇമ്മച്യൂർ എന്ന് പറഞ്ഞാല് മീനിങ് എന്താ? എന്താണ്? മെച്യൂർ അല്ലാത്ത. ഓക്കെ, പാകമാകാത്ത എന്നൊക്കെ നമ്മൾ പറയല്ലേ? ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് എന്താണ്? സിലി. നെക്സ്റ്റ് ആണ് സിലി. സിലി എന്നാണ് കേട്ടോ വായിക്കുന്നത്. സിലി എന്താണ്? റിലേറ്റിംഗ് ടു ട്യൂമർ ഓർ സ്വെല്ലിംഗ്. ട്യൂമർ അറിയാലോ, ട്യൂമർ. അതുപോലെ തന്നെ സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്വെല്ലിംഗ് എന്താ? മുഴ അല്ലെങ്കിൽ നീര് എന്നൊക്കെ പറയില്ലേ നമ്മള്? വീക്കം. ഓക്കെ, ഇനി എന്താണ്? സിന്തിസിസ് കേട്ടോ. സിന്തിസിസ് റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ in which an organ or body എന്താണ് cavity is punctured often to drain surplus fluid or get a sample of analysis. ഒരു അനാലിസിസ് നടത്താനായിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ പഞ്ചർ ഈ കുത്തിയെ വെച്ചിട്ട് നമ്മൾ ഫ്ലൂയിഡ്സ് ഒക്കെ വലിച്ചെടുക്കില്ലേ? ആ പ്രോസസ്സിനെയാണ് സിന്തിസിസ് എന്ന് പറയുന്നത് കേട്ടോ. സിന്തിസിസ്. ഓക്കെ, ബോഡി ഫ്ലൂയിഡ്സ് വലിച്ചെടുക്കുന്നു. പഞ്ചർ ഉണ്ടാക്കിയിട്ട് ബോഡിയിൽ പഞ്ചർ ഉണ്ടാക്കിയിട്ട് ഫ്ലൂയിഡ്സ് വലിച്ചെടുക്കുന്ന ആ പ്രോസസ്, ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സിന്തിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ സിന്തിസിസ്? ഓക്കെ, അതുപോലെ തന്നെ സൈറ്റ്. അതിനെ സൈറ്റ്. നെക്സ്റ്റ് ആണ് സിക്സ് വൺ, സൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈറ്റ് സെല്ല്. അതുപോലെ തന്നെ എക്ടോമി. എക്ടോമി എന്ന് പറഞ്ഞാല് സർജിക്കൽ റിമൂവൽ ഓഫ്. ഓക്കെ, അതുപോലെ തന്നെ ഇമിയ. ഇമിയ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്. ഓക്കെ, രക്തത്തിലെ ഒരു വസ്തുവിന്റെ സാന്നിധ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എമിയ. ഓക്കെ, ഇനി സഫിക്സിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യത്തിൽ 1 മുതൽ 8 വരെയുള്ള പോർഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് പറയാണ്ട് ഇപ്പോ ഫസ്റ്റ് വൺ ഓൾജിയം. ഓൾജിയം. അതുപോലെ ഫോർത്ത് വൺ സിലി. പഠിക്കേണ്ട ഭാഗങ്ങളാണ് കേട്ടോ അടയാളപ്പെടുത്തി തരുന്നത്. സിലി, ഓൾജിയം. സിക്സ്ത് വൺ സൈറ്റ്. ഈ നെക്സ്റ്റ് എയ്ത്ത് വൺ എമിയ. ഒന്നുകൂടിയും പറയാം. 1, 4, 6, 8. കിട്ടിയോ? 1, 4, 6, 8. ഇനി നെക്സ്റ്റ് ആണ് ജെനിക്. ജെനിക് റിസൾട്ടിങ്. ഇതിന്റെ മീനിങ് ആണ് റിസൾട്ടിങ്. ഗ്രാം. ഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതാണ് കേട്ടോ ഗ്രാം. ഗ്രാം റെക്കോർഡ്. അതുപോലെ ഗ്രാഫ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയാറുണ്ടല്ലേ? ഗ്രാഫ്. എ റെക്കോർഡ് ഓർ ദ ഡിവൈസസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. അതുപോലെ നമ്മൾ ഐറ്റിസ് പഠിച്ചിട്ടില്ലേ?
ഐറ്റിസ് നീരല്ലേ ഇല്ലേ? സന്ധിവാദം പഠിച്ചിട്ടില്ലേ നമ്മള്? ആർത്രൈറ്റിസ് പറഞ്ഞിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ? ഓക്കെ, സ്പെല്ലിംഗ്. അതുപോലെ തന്നെ ലിസിസ്. ലിസിസ് എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ, ഡിസിന്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ. ഓക്കെ, ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അധപതനം. അതുപോലെ ഡിസിന്റഗ്രേഷൻ എന്ന് പറഞ്ഞാല് ശീതളീകരണം. ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നശിപ്പിക്കുന്നത്. ഓക്കെ, നശിപ്പിക്കൽ. ഇനി നെക്സ്റ്റ് ആണ് മെഗാലി. മെഗാലി എക്സ്പ്രഷൻ ഓഫ് ഓളജി. നമ്മള് കാർഡിയോളജി എന്ന് പറയാറില്ലേ? അതാണ് ഓളജി. ഓളജി സയൻസ് ഓഫ്. ഒമ ട്യൂമർ. ഓസിസ് റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഓസ്റ്റോമി. ഓസ്റ്റോമി സർജിക്കൽ ക്രിയേഷൻ ഓഫ് ആൻ ഓപ്പണിംഗ് ഓർ ഹോൾ. ഓക്കെ, ഇതൊക്കെ അറിയാലോ, വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ളതല്ലേ? ഓക്കെ, ഓസ്റ്റോമി. ഓസ്റ്റോമി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഓട്ടോമി? ഓട്ടോമി എന്ന് പറഞ്ഞാല് സർജിക്കൽ ഇൻസിഷൻ. ഓക്കെ, ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഷൻ അനാറ്റോമി. ഓക്കെ, ഓട്ടോമി. ഓക്കെ, ഇൻസിഷൻ എന്ന് പറഞ്ഞാല് കീറി മുറിക്കുന്നത് കേട്ടോ, കീറി മുറിക്കൽ, മുറിവ്. അതുപോലെ നെക്സ്റ്റ് ആണ് പതി. പതി ഡിസീസ് ഓർ എ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസ്. ഓക്കെ, അതിനെയാണ് പതി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഫാഗിയ. ഫാഗിയ റിലേറ്റിംഗ് ടു ഈറ്റ് ഓർ എന്താണ്? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഫാസിയ. ഓക്കെ, ഫാഗിയ പറഞ്ഞു, റിലേറ്റിംഗ് ടു ഈറ്റ്. ഇനി അതിനുശേഷം നെക്സ്റ്റ് ആണ് ഫാസിയ റിലേറ്റിംഗ് ടു സ്പീച്ച്. ഓക്കെ, ഫാസിയ റിലേറ്റിംഗ് ടു സ്പീച്ച്, സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഫോബിയ റിലേറ്റിംഗ് ടു ആൻ ഇറാഷണൽ ഫിയർ. അതെന്താണ്? അകാരണമായിട്ടുള്ള പേടി. ഓക്കെ, ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേടിയാണ് കേട്ടോ. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ അകാരണമായ പേടി, അതുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ആണ് പ്ലാസ്റ്റിക്. ഇതറിയാലോ, പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ? ആണോ? അതൊക്കെയാണ് ഇവിടെ പ്ലാസ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. പ്ലാസ്റ്റി എന്ന് പറഞ്ഞാല് പ്ലാസ്റ്റിക് സർജറി. ഇനി നെക്സ്റ്റ് ആണ് പ്ലെജിയ. പ്ലെജിയ എന്ന് പറഞ്ഞാല് പാരലിസിസ്. ഓക്കെ, പാരലിസിസ്, പക്ഷാഘാതം പറയാറുണ്ടല്ലേ നമ്മള്. ഇതിന്റെ മീനിങ് ആണ് പക്ഷാഘാതം. ഇനി നെക്സ്റ്റ് ആണ് നിയ. നിയ എന്നാ പറയുന്നത് കേട്ടോ. ഈ ഉച്ചരിക്കില്ല, ഈ സൈലന്റ് ആണ്. നിയ. നിയ റിലേറ്റിംഗ് ടു ബ്രീത്തിങ്. ഇനി നെക്സ്റ്റ് ആണ് ടോക്സിസ്. ഈ ഉച്ചരിക്കില്ല, ഇവിടെ ഈ സൈലന്റ് ആണ്. ടോക്സിസ്. ടോക്സിസ്. ടോപ്പിക്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റേജ്. റേജ് കേട്ടോ. റേജ് അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ്. റേജ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് റാജിയ. സെയിം തന്നെയുള്ള മീനിങ് ആണ്. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ്. റേജ്, റാജിയ. ഓക്കെ, ഈ പേജിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് ഒന്നുകൂടി പറയാം. 10th വൺ ഗ്രാം, 11th വൺ ഗ്രാഫ്, 12th ഐറ്റിസ്, 10, 11, 12, 15 ഓളജി. 15. നെക്സ്റ്റ് വരുന്നത് 23 ഫോബിയ, 24 പ്ലാസ്റ്റി, 25 പ്ലെജിയ, 27 ടോസിസ്. ഒന്നുകൂടി വായിക്കാം. 10, 11, 12, 15, 23, 24, 25, 27.
കിട്ടിയോ? 29 വരെയുള്ള പേജിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി 30 ട്ടോ. 30 പറയുന്നത് റാഫി എന്താണ്? സ്വിച്ച് ഓഫ് ആൻഡ് റിപ്പയർ. ഓക്കെ, സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥി സംയോജം. സ്വിച്ച് ഓഫ്, റിപ്പയർ ഓഫ്. ഓക്കെ, റാഫി. അതുപോലെ നെക്സ്റ്റ് ആണ് റിയ, ഫ്ലോ ഓർ ഡിസ്ചാർജ്. സ്കോപ്പ് അല്ലെ, എൻഡോസ്കോപ്പ് നമ്മൾ പറയാറുണ്ട്. എൻഡോസ്കോപ്പ്. ഓക്കെ, ഒന്നുകൂടി മിസ് സഫിക്സ് പറഞ്ഞുതരാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിസ് ഒന്നുകൂടി വായിക്കാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. എൻഡോസ്കോപ്പ് എന്ന് പറയാറില്ലേ, അതാണ് സ്കോപ്പ്, ഡിവൈസ് ഓഫ് എക്സാമിനേഷൻ. അതുപോലെ സ്കോപ്പി അല്ലെ, എൻഡോസ്കോപ്പി പറയാറുണ്ട് നമ്മൾ അല്ലെ, എക്സാമിനേഷൻ വിത്ത് എ ഡിവൈസ്. ഇനി സിസ് എന്താണ്? എ പ്രോസസ്, ആക്ഷൻ ഓർ കണ്ടീഷൻ. സിസ് ഓർഡർ, അറേഞ്ച്മെന്റ് ഓഫ്. ഇനി എന്താണ്? ട്രോഫിക്, റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ. ഇനി എന്താണ്? യൂറിയ അല്ലെ, യൂറിയ റിലേറ്റിംഗ് ടു എ സബ്സ്റ്റാൻസ് ഇൻ യൂറിൻ ഓർ ദ കണ്ടീഷൻ ഓഫ് ഇൻഡിക്കേറ്റഡ്. എന്താണ്? മൂത്രത്തിലെ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നതിനെ സംബന്ധിക്കുന്ന കേട്ടോ. അതാണ് യൂറിയ എന്ന് പറഞ്ഞാൽ, യൂറിനുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഈ പേജിൽ പറഞ്ഞു തരാം. 30 തുടങ്ങി 37 വരെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങള്. 32 സ്കോപ്പ്, 33 സ്കോപ്പി, 36 ട്രോഫിക്. 3 കാര്യങ്ങളാണ് ഈ പേജിലുള്ളത് കേട്ടോ. 32, 33, 36. ഒന്നുകൂടി മിസ് പറയാം കേട്ടോ. സഫിക്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട നമ്പേഴ്സ് പറയാം. 1, 4, 6, 8, 10, 11, 12, 15, 23, 24, 25, 27, 32, 33, 36. ഓക്കെ, കിട്ടിയില്ലേ? നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാട്ടോ ഇനി. ഓക്കെ, താങ്ക് യു. ഇനി മിസ്സുമാര് ചാപ്റ്റേഴ്സ് എടുക്കാതെ വിട്ടുപോയിട്ടില്ലല്ലോ? എല്ലാം എടുത്തില്ലേ? കംപ്ലീറ്റ് ആക്കിയിട്ടില്ലേ? നന്നായിട്ട് പരീക്ഷ ചെയ്താ മിസ് പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. മോക്ക് ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് നോക്കാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.